ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം പറയുന്നവരുടെ നാടായതുകൊണ്ട് നമുക്കൊന്നും വിചിത്രമായി തോന്നുന്നില്ല. നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറിയ അഫ്ഗാനികളെയും ബംഗ്ലാദേശികളെയും ഒക്കെ ഇന്ത്യ റോൾസ് റോയ്സിലല്ല അവരുടെ രാജ്യങ്ങളിൽ കൊണ്ടുപോയി ഇറക്കുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് അവരെ വിളിക്കാൻ ബെൻസിലും ഓഡിയിലും ഒന്നുമല്ല ആൾക്കാർ വരാറുള്ളത്. ഇവിടെ ഇന്ത്യയാണെങ്കിലും അത്തരം ആഡംബര വാഹനങ്ങളൊന്നുമല്ല അവർക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതോ ഇനി വ്യക്തിഗത ഹെലികോപ്റ്ററുകൾ ശരിയാക്കി അവരെ കൊണ്ടുപോകണം. അവർ അനധികൃതമായി ഒരു രാജ്യത്ത് കുടിയേറുമ്പോൾ ആ രാജ്യത്തിന്റെ സകല നിയമങ്ങളെയും വെല്ലുവിളിച്ചിട്ടാണെന്ന് ചെയ്യുന്നത്. അവരിനെയും കാണം വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, കിടപ്പാടം വിറ്റിട്ടാണെങ്കിലും വേണ്ടില്ല, ആ രാജ്യത്ത് നിലവിൽ അനധികൃതമായ രാജ്യത്തിന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. കാരണം രേഖകളില്ല. ആ രാജ്യത്ത് ഇവർക്ക് ജീവിക്കാൻ മതിയായിട്ടുള്ള രേഖകളില്ലാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ശശി തരൂര് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. വിവരവും വിദ്യാഭ്യാസവും ഉള്ളവന് കാര്യം മനസ്സിലാകും. അമേരിക്കയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതിൽ പ്രതികരണവുമായി ശശി തരൂർ MP അവതരിച്ചു. അനധികൃത കുടിയേറ്റക്കാർക്കായി ഇന്ത്യക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയില്ല എന്നാണ് ശശി തരൂര് പറഞ്ഞത്. ഇന്ത്യക്കാർക്ക് ഒരു രേഖകളില്ലെങ്കിലും അമേരിക്കയിൽ ഇന്ത്യക്കാർ നിന്നോട്ടെ, ഇന്ത്യക്കാരെ ഉപദ്രവിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. അമേരിക്കയുടെ നയവും നിലപാടും നിയമവും അത് പാസ്സാക്കാനുള്ളതാ, അത് പ്രയോഗിക്കാനുള്ളതാ, വെറുതെ എഴുതി വെക്കാനുള്ളതല്ല. അവർ എല്ലാ രാജ്യത്തെയും അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യക്കാരെ മാത്രം തൊട്ടുപോകരുത് എന്ന് പറയാൻ നരേന്ദ്രമോദിക്കെന്നല്ല ഒരു മോദിക്കും പറ്റില്ല, ഒരു രാജ്യത്തിനും പറ്റില്ല. കാരണം അമേരിക്കയെ ശുദ്ധീകരിക്കുക എന്ന നിലപാടുമായിട്ടാണ് ട്രംപ് ഇറങ്ങിയിരിക്കുന്നത്. US അതിർത്തി അനധികൃതമായി കടക്കാൻ നോക്കിയത് 1,70,000 ആളുകളാണ്, ഒന്നും രണ്ടുമല്ല. ഇവര് കുടിയേറിക്കഴിഞ്ഞാൽ ഇവർ 1,70,000 എന്നുള്ളത് 4 ലക്ഷമാക്കാൻ ഇവർക്കൊരു സമയവും വേണ്ട, ഒരു വർഷം മതി. ബൈഡൻ ഭരണകൂടം 11,000 പേരെ അല്ല 1,100 പേരെയാണ് തിരിച്ചയച്ചത്. 11,000 അല്ല കേട്ടോ. 2022 കണക്ക് പ്രകാരം 7,25,000 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ US താമസിക്കുന്നുണ്ട്. രേഖകളില്ലാത്തവരെ തിരിച്ചയക്കുന്നതിൽ യാതൊരു എതിർപ്പുമില്ല എന്ന് ശശി തരൂര് വ്യക്തമാക്കി. കാരണം നമ്മുടെ രാജ്യത്തിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യവും അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ മറ്റൊരു രാജ്യവും ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം എന്ന് തത്വം അംഗീകരിക്കാത്തവരാണ്. അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കണം എന്ന് ഒരു രാജ്യത്തോടും ഇന്ത്യക്ക് ആവശ്യപ്പെടാൻ കഴിയില്ല. സ്വന്തം രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന ജനതയ്ക്ക് മറ്റെവിടെയെങ്കിലും അഭയം തേടാൻ അന്താരാഷ്ട്ര നിയമത്തിൽ ഒരുപാട് വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥകൾ അംഗീകരിക്കണം. എന്നാൽ ഇന്ത്യയിൽ പീഡനം ഇന്ന് അവകാശപ്പെടാൻ ആർക്കും കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാരായിട്ട് ഇവർ അമേരിക്കയിൽ എത്തുന്നത്? അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രമാണ് ഇവർ അമേരിക്കയിലേക്ക് കയറിയിട്ടുള്ളത്, അതും അനധികൃതമായി. നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ഇവിടെ എത്തുന്ന വിദേശികൾക്കും ബാധകമാണ്. അതുപോലെ നമ്മുടെ പൗരന്മാർ വിദേശത്തെത്തിയാൽ ആ രാജ്യത്തിന്റെ നിയമം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്, സംശയമില്ല. ശശി തരൂരിന്റെ വാക്കുകൾ കൃത്യമാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് അഫ്ഗാനിൽ നിന്നുമൊക്കെ ഒരുപാട് അനധികൃത കുടിയേറ്റക്കാർ ഈ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. ശരി, അതിന് നമുക്ക് ഒരുപാട് ന്യായങ്ങൾ പറയാൻ കഴിയും. എന്നാൽ ഇന്ത്യക്കാർ ആരുടെ പീഡനം കാരണമാണ് ഇന്ത്യയിൽ നിൽക്കാൻ കഴിയാതെ US അനധികൃതമായി കുടിയേറിയത്? യാതൊരു രേഖകളുമില്ലാതെ ആ രാജ്യത്ത് കുടിയേറിപ്പോയി എന്ന് മാത്രമല്ല, അവരെ കൊണ്ടുവന്നപ്പോൾ ആദരിച്ചില്ല പോലും. അതാണ് ഏറ്റവും പുതിയ കുറ്റം. പണിക്കര് ചോദിച്ചതുപോലെ ഇവരെ വിലങ്ങുകൾ വെച്ചിട്ടല്ലാതെ ആ രാജ്യത്തിന്റെ നിയമം ലംഘിച്ചതിന്റെ പേരിൽ അവരെ റോൾസ് റോയ്സിൽ കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചില്ലേ? അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. അവരെ ഹെലികോപ്റ്ററിൽ കൊണ്ടുവരണോ? പിന്നെ അങ്ങനെ പ്രതികരിക്കുന്നതിൽ രാജ്യത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ? വിദേശമന്ത്രി പക്ഷേ ന്യായീകരിക്കുകയായിരുന്നു, ഇത് നേരത്തെ ഉള്ള കാര്യം തന്നെയാണ്, പുതുതായിട്ട് ഇതിനകത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അല്ല, ഇപ്പോ എനിക്ക് മുമ്പ് സംസാരിച്ച ആൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത് ഇവര് ഒരു രാജ്യത്ത് അനധികൃതമായി താമസിച്ചു എന്നൊരു കുറ്റമല്ലേ ചെയ്തിട്ടുള്ളൂ, മറ്റു കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് പറയുന്നത്.
ഫെഡറൽ നിയമം അനുസരിച്ചിട്ട് അതൊരു ക്രൈമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചയക്കുന്നതിൽ അദ്ദേഹം എതിർപ്പ് പറഞ്ഞിട്ടില്ല. അല്ല, അത് പിന്നെ എന്ത് ചെയ്യുന്ന റോൾസ് റോയ്സിൽ വിടണമായിരുന്നോ? അങ്ങനെയാണ് പറയുന്നത്. ആ രാജ്യത്ത് അനധികൃതമായിട്ട് അവിടെ താമസിക്കുന്ന, ആ രാജ്യത്ത് താമസിക്കുന്നത് നിയമവിധേയമല്ലാതെ താമസിക്കുന്ന ആൾക്കാരെ എങ്ങനെ തിരിച്ചയക്കണം എന്നതുമായി ബന്ധപ്പെട്ട് നിയമം അദ്ദേഹം ആദ്യം പഠിക്കണം. ഒന്നാമത്തെ കാര്യം, ഇത് പൊടുന്നനെ എടുക്കുന്ന, ഇന്നലെ ഒരാളിനെ കണ്ടുപിടിച്ചിട്ട് അയാളെ ഇന്ന് ഡിപ്പോർട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അമേരിക്കയിൽ തന്നെ ഇപ്പോൾ പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു കണക്കുണ്ട്. 2 വർഷം മുമ്പ് വന്നിരിക്കുന്ന ആ കണക്കനുസരിച്ചിട്ട് 7 ലക്ഷം ഇന്ത്യക്കാര് അനധികൃത കുടിയേറ്റക്കാരായിട്ട്, അൺഡോക്യുമെന്റഡ് ആയിട്ട് അമേരിക്കയിൽ ഉണ്ട് എന്നാണ് കണക്ക്. ഇതിലെല്ലാ ആൾക്കാരെയും തിരിച്ചയച്ചിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാ ആൾക്കാരെയും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇന്നലെ കണ്ടിരിക്കുന്ന ഒരാളിനെ അനധികൃത കുടിയേറ്റക്കാരനാണ് എന്ന് കണ്ട് പൊടുന്നനെ പിടിച്ച് തിരിച്ചുവിടുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ് ഉണ്ട്. അവിടെയുള്ള ഒരാളിനെ അവരെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിന്റെ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഐസ് എന്ന് പറയുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ ഹോംലാൻഡ് സെക്യൂരിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ പലപ്പോഴും പല കേസുകളിൽ നാട്ടുകാർ, അമേരിക്കക്കാർ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാരെ ഇവർ പിടികൂടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ ഇവർ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഈ ഓരോ കേസും ഇൻഡിവിജ്വലി അവർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വരുന്നുണ്ട്. അതായത് വെറുതെ ഇനി പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റിവിടുകയല്ല ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ മുന്നിൽ വരുന്നു. ഓരോ കേസും പ്രത്യേകമായിട്ട് കോടതി കേൾക്കുന്നു. കേട്ടതിന് ശേഷം ആ കാര്യത്തിൽ അവരുടെ രേഖകളുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഒരാൾ അൺഡോക്യുമെന്റഡ് ആണോ, അയാൾ ഇല്ലീഗൽ മൈഗ്രന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത്. ആ തീരുമാനമെടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ആണ്. അവിടുത്തെ കോടതികളാണ് തീരുമാനിക്കുന്നത്. ഈ തീരുമാനത്തിന് വേണമെങ്കിൽ ഇവർക്ക് അപ്പീൽ ചെയ്യാം. ആ അപ്പീൽ ചെയ്യുന്നതിനുള്ള അനുവാദവും എല്ലാ കാര്യങ്ങളും ഇവർക്കുണ്ട്. അത് സ്വന്തമായിട്ടുള്ള പൈസ മുടക്കി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിയമസഹായത്തിന്റെ കാര്യത്തെ കുറിച്ചും ജയശങ്കറുമായി ഒരു കാര്യമുണ്ട് കേട്ടോ. ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് വരുന്ന കുടിയേറ്റക്കാരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ച് വാർത്തകൾ കൊടുത്തത് എന്തിനാണെന്നറിയാമോ? ഇന്ത്യയിൽ നിന്നും തിരിച്ചു കൊണ്ടുപോകുന്ന ബംഗ്ലാദേശികളോടും അഫ്ഗാനികളോടും പാക്കികളോടും ഈ നിലപാട് സ്വീകരിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ അട്ടഹാസം എന്ന് വിദേശമന്ത്രി അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. എംബസി മുഖാന്തരം എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എംബസിയിലേക്ക് ആരും കോൺടാക്ട് ചെയ്തിട്ടില്ല എന്നാണ്. ഇവിടെ ഡോക്ടർ ജോസഫ് ആന്റണി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപും ശരിയാണ്, 2009 മുതൽ അമേരിക്കയിൽ നിന്ന് അമേരിക്കയെ തകർക്കാനും അമേരിക്കയിൽ വിപ്ലവം സൃഷ്ടിക്കാനും അമേരിക്കയെ മതരാജ്യമാക്കുന്നതിനും വേണ്ടി കുടിയേറിയ ആളുകളെ അമേരിക്ക പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? പൂമാലയിട്ട് സ്വീകരിച്ച്, മൂക്കിൽ പഞ്ഞിയും വെച്ച്, നെഞ്ചത്ത് പൂവും വെച്ച്, കയ്യും കാലും കൂട്ടിക്കെട്ടി ഒരു പെട്ടിക്കകത്താക്കി തിരിച്ചു വിടേണ്ടതായിരുന്നു ശരിക്കു പറഞ്ഞാൽ. ഇങ്ങനെ തിരിച്ചയച്ച് ആളുകൾ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിലങ്ങണിയിച്ചു എന്നുള്ള കാര്യം വിവാദമായിട്ടില്ല. പിന്നെ സൈനിക വിമാനത്തിലല്ല കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് APJ അബ്ദുൽ കലാമിനെ വസ്ത്രമഴിച്ച് പരിശോധിച്ചത് വലിയ രൂപത്തിൽ വിവാദമുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ APJ അബ്ദുൽ കലാമിന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഞാനും സാധാരണ ആളുകളെ പോലെ ഒരാളാണ്. എനിക്ക് യാതൊരു പ്രത്യേകതയുമില്ല. എല്ലാവരെയും എങ്ങനെയാണോ ചെക്ക് ചെയ്യുന്നത് അതുപോലെ താനും ബാധ്യസ്ഥനാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. സമയങ്ങളിൽ അത് ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു എന്നുള്ളൊരു വാദമുണ്ട്. ഡോക്ടർ ജോസഫ് ആന്റണി അത് പറഞ്ഞിരുന്നു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോഴും അദ്ദേഹം അതാണ് പറഞ്ഞത്. അന്ന് സൈനിക വിമാനങ്ങൾ അല്ലായിരുന്നു എന്ന്. ഇന്ന് മന്ത്രി സംസാരിച്ച സമയത്ത് അദ്ദേഹം ഏത് വിമാനത്തിലാണ് ഇതിനു മുൻപ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യം പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്തെങ്കിലും ഇത് ഈ സമയത്ത് വിവാദമാകുവാനുള്ള കാരണം എന്താണ്? മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് നമ്മളിപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇവരെ ഇല്ലീഗൽ മൈഗ്രന്റ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് ബാക്കി ഫോളോ അപ്പ് ചെയ്തത് ഐസ് ആണ്, ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആണ്. അവർ പിന്നീട് ഈ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതിന് മുമ്പായിട്ട് ഇവർ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രന്റുകൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കും. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം ചെലവിൽ തിരിച്ചു പോകാം, വോളണ്ടറി ഡിപ്പാർച്ചർ എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ സ്വന്തമായിട്ട് പണം മുടക്കി നിങ്ങൾ ടിക്കറ്റ് എടുത്ത് നിങ്ങൾ തിരിച്ചു പോകുന്നു, അത് അവർ എൻഷുർ ചെയ്യുന്നു. ഇത് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് അവിടെ ഡിറ്റൻഷൻ സെന്ററുകളിൽ തുടർന്നും കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടികളെല്ലാം പൂർത്തിയായതിനു ശേഷം അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഡിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നിയമപ്രകാരം അവർക്ക് 2 മാർഗങ്ങളുണ്ട്. ഒന്ന് സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം, 2 മിലിറ്ററിയുടെ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യാം. സിവിലിയൻ എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അല്ല എന്ന് അദ്ദേഹത്തിനോട് ആരാ പറഞ്ഞത്? ഞാൻ ഈ SOP വായിച്ചു നോക്കിയതാണ്. ഈ SOP വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ റെസ്ട്രെയിനിങ് ഡിവൈസസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, സ്റ്റീലിന്റെ ഹാൻഡ് കഫ് ഉപയോഗിക്കാം, പ്ലാസ്റ്റിക്കിന്റെ ഡിസ്പോസബിൾ ഹാൻഡ് കഫ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, ലെഗ് അയൺ അല്ലെങ്കിൽ ലെഗ് ഷാക്കിൾസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം, മാർട്ടിൻ ചെയിൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ബെല്ലി റെസ്ട്രെയിന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി ഔദ്യോഗികമായിട്ട് ആ രാജ്യത്ത് രേഖയുടെ നിയമമുണ്ട്. ഇനി നിങ്ങൾ ചാർട്ടർ ഫ്ലൈറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഫ്ലൈറ്റിലാണ് നിങ്ങൾ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട IATA ഗൈഡ് ലൈൻസ് ഉണ്ടല്ലോ. അവിടെ യൂസ് ഓഫ് റെസ്ട്രെയിൻസ് വിലക്കിയിട്ടുണ്ടോ? ഇല്ല. പകരം കൂടെ നിൽക്കുന്ന മാർഷൽ ഉണ്ടായിരിക്കണം, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് IATA ഇറക്കുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യൻ എംബസിയെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അവിടെ ഇവർ താമസിക്കുന്നത് അനധികൃതമാണ് എന്ന് ഇവർക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു രാജ്യത്തേക്ക് പോയതിനു ശേഷം ആ രാജ്യത്തുള്ള നിയമം എന്താണോ ആ നിയമത്തിനെ വയലേറ്റ് ചെയ്ത് നിന്നിരിക്കുന്ന ആൾക്കാർക്ക് റോൾസ് റോയ്സ് അയച്ച് അവരെ കൊണ്ടുവരാൻ പറ്റില്ല.
ആ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിഭവങ്ങൾ, അവരുടെ റിസോഴ്സസ്, അവരുടെ അവസരങ്ങൾ ആ രാജ്യത്തുള്ള ആൾക്കാർക്കും അവിടെ വന്നിരിക്കുന്ന ലീഗലായിട്ട് വന്നിരിക്കുന്ന മൈഗ്രൻസിന് മാത്രമാണ്. അതല്ലാതെ ഓരോ രാജ്യത്തും ഇവിടെ അറേബ്യൻ കൺട്രികളിൽ നിന്നാണ് ഈ രൂപത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇങ്ങനെ കിടന്ന് മോങ്ങുമായിരുന്നു ഇവര്. ഇപ്പോ USA ഒരു നിയമമുണ്ട്. ഒരുപാട് വർഷങ്ങളായി ഇവർ ഇതേപോലെ തന്നെ എല്ലാ വർഷവും ഇന്ത്യയിലേക്ക് ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരിക്കലും അമേരിക്ക നിയമം തെറ്റിച്ചിട്ടല്ല ചെയ്യുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശികളെയും മറ്റും കുടിയേറ്റക്കാരെയൊക്കെ ഇതുപോലെയാണ് അയക്കേണ്ടത്. ഏതാണ്ട് 11 കോടിയോളം ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ 11 കോടി ആളുകളുടെ ജോലികൾ ഇല്ലാതാകുന്നു. അവരുടെ ആവാസ സ്ഥലങ്ങൾ, ഭക്ഷണം, വെള്ളം, ജോലി, മരുന്ന്, വീടുകൾ, റോഡ്, ഇതെല്ലാം ഫ്രീ ആയിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? ഹിന്ദുക്കൾക്ക് ഒരു രൂപത്തിലും ബംഗ്ലാദേശിൽ നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുന്നു, അവരെ ബലാത്കാരം ചെയ്യുന്നു, അടിച്ചോടിക്കുന്നു, കൊല്ലുന്നു. ഇപ്പോൾ മൈ ഫ്രണ്ട് എന്ന തലക്കെട്ടോടുകൂടി മാധ്യമങ്ങൾ നരേന്ദ്രമോദിയോടുള്ള വിരോധം ശരിക്കും തീർക്കുകയാണ്. കാരണം ഇസ്രായേലിലെ നെതന്യാഹുവിനെ കുറിച്ച് പറഞ്ഞല്ലോ എൻ്റെ ഫ്രണ്ടാണ് എന്ന്. അപ്പോ ഈ നമ്മുടെ മാധ്യമങ്ങൾ ആർക്കു വേണ്ടിയാണ് എല്ലാ കാലവും മോങ്ങിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ ഇപ്പോൾ ബംഗ്ലാദേശ് വേട്ട ആരംഭിച്ചിട്ടുണ്ട്. അതിനെതിരെ ഒന്നും മിണ്ടാൻ സാധിക്കാതിരുന്നപ്പോഴാണ് ഈ രൂപത്തിൽ ഒരു കൃത്യം അവർ കണ്ടത്. അമേരിക്ക ശരിക്കു പറഞ്ഞാൽ കേരളത്തെ നോക്കി അപമാനിതനായി നിൽക്കുകയാണ്. കാരണം ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് വിളിക്കുന്നത് എന്താ? അതിഥി തൊഴിലാളികൾ. ഓക്കെ, ഇവിടെ കേരളത്തിലുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ ബംഗ്ലാദേശികൾക്ക് അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് റേഷൻ സാധനങ്ങൾ. അതവർ വിൽക്കുകയോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി കളയുകയോ ഒക്കെ ചെയ്യുവാണ്. സൗദിയിൽ നിന്നും ഈ രൂപത്തിൽ ഡീപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സൽമാൻ രാജകുമാരൻ എന്താണ് ചെയ്യുന്നത്? കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് എന്തെങ്കിലും ഒരു കൈമടക്കം കയ്യിൽ കൊടുത്ത് തോളിൽ തട്ടി സന്തോഷത്തോടു കൂടി പോയി വരൂ എന്നാണോ പറയാറുള്ളത്? അപ്പോ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ അണ്ണാക്കിലാണ് തിരികെ മറുപടി കൊടുത്തിരിക്കുന്നത് പണിക്കര്. നിയമം ലംഘിക്കുന്ന ആളുകൾ ഏത് രാജ്യത്താണെങ്കിലും ശരി, ആ രാജ്യം ഉറപ്പു പറയുന്ന നിയമം അംഗീകരിച്ചേ പറ്റൂ. നിയമപ്രകാരം ജീവിക്കുന്ന ആരെയും അവർ കയ്യിലും കാലിലും ഒന്നും വിലങ്ങ് വെച്ചില്ലല്ലോ. നമ്മുടെ കയ്യിൽ രേഖകളില്ലാത്തത് കൊണ്ടല്ലേ. അനധികൃതമായി ആര് അമേരിക്കയിൽ പാർത്താലും ശരി, അവരെ തെരഞ്ഞു പിടിച്ച് പുറത്താക്കുമെന്നാണ് പറഞ്ഞത്. ഇവിടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം, വിസ തീരുന്നതിന് മുമ്പ് അവർ പെട്ടെന്ന് പുതുക്കുന്നത് എന്തുകൊണ്ടാണ്? പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകൾ അവിടെ പിടിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്നത് അവർ കാണുക. തെറ്റ് ചെയ്യുന്നത് ഏത് കൊമ്പത്തെ ആളായിരുന്നാലും ശരി ശിക്ഷിക്കപ്പെടണം. അവര് വിലങ്ങിട്ട് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അവരിവരെ എന്തെങ്കിലും ചെയ്താലോ? ഇനി അതല്ല, അവരെ തന്നെ സ്വയം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലോ? മാനസിക സംഘർഷം കാരണം ഒരുപാട് സ്വപ്നങ്ങളുമായി സാമ്പത്തിക മോഹത്തിന് വേണ്ടിയിട്ട് അമേരിക്കയെ സമീപിച്ചതല്ലേ. ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ട് അവർ കുടിയേറിയതാണോ അമേരിക്കയിലേക്ക്? അല്ല. ഉള്ള പൊന്നും പണവും സമ്പത്തും വസ്തുക്കളും ഒക്കെ 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും വിറ്റിട്ട് കൂട്ടിച്ചേക്കേറിയതാ. എന്തിന്? കൂടുതൽ പണം ഉണ്ടാക്കാൻ. മക്കളുടെ ഭാവി, മക്കളുടെ കരിയർ എവിടെയാ? അമേരിക്കയിൽ. തെണ്ടി തിന്നാലും സാരമില്ല. ഓരോ രാജ്യത്തും നുഴഞ്ഞു കയറി ആ രാജ്യത്ത് ക്രിമിനൽ കുറ്റങ്ങൾ ആവർത്തിക്കുകയും ആ രാജ്യത്തുള്ള ആളുകളുടെ സമാധാനം നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ വിലങ്ങ് വെക്കാതെ പിന്നെ എന്ത് ചെയ്യണം? കയ്യിലൊരു പൊൻവളയിട്ട് കൊടുക്കണോ? അതിന്റെ ഉത്തരവാദിത്വം ഇവരങ്ങ് ഏറ്റെടുക്കട്ടെ, അല്ലേ? ഇവിടെ കിടന്ന് ഇവരിങ്ങനെ മോങ്ങേണ്ട വല്ല കാര്യമുണ്ടോ? മാപ്രകളാണെങ്കിൽ മോങ്ങൽ തന്നെ, ജിഹാദികൾക്കാണെങ്കിൽ പറയാനുമില്ല മോങ്ങാന്. ഈ രാജ്യത്ത് നുഴഞ്ഞു കയറിയ ആളുകളെ ഇന്ത്യ പുറത്താക്കുമ്പോൾ ഇവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ബംഗ്ലാദേശിനോട് ഇവർക്ക് വല്ലാത്ത പ്രണയമുണ്ടെന്ന് നമുക്കറിയാം. അഫ്ഗാനികളോട് വർഗസ്നേഹം ഇവർക്ക് ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും അറിഞ്ഞ അഭിപ്രായം പറയുക എന്നത് എല്ലാവർക്കും പറ്റില്ല. ഇവർക്ക് വെറുതെ ബഹളം വയ്ക്കാനല്ലാതെ ഒന്നും പറ്റില്ല. അപ്പൊ ഇവർ പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശികൾക്കും ഇതുപോലെ ആദരവ് കൊടുത്തിട്ട് വേണം കൊണ്ടുവിടാൻ.
അല്ലേ? കാരണം ബംഗ്ലാദേശികളെ ആദരിക്കണമല്ലോ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഈ ചെയ്ത പ്രവൃത്തി തെറ്റല്ല. ലോകത്തൊരു രാജ്യവും ഇത് തെറ്റാണ് എന്ന് പറയുകയുമില്ല. അമേരിക്കയെ തകർക്കുന്നതിന് വേണ്ടിയും ഇസ്ലാമിക രാജ്യത്തിന്റെ കൊടി അമേരിക്കയിൽ സ്ഥാപിക്കാനും ഇവർക്ക് കോടിപതികളാകാനും വേണ്ടി പോയതല്ലേ? അല്ലേ? ആത്മാഭിമാനമുള്ള ആളുകൾ നിയമവിരുദ്ധമായി കുടിയേറേണ്ട കാര്യമില്ല ആ രാജ്യത്ത്. എവിടെ പോയാലും ശരി ആ രാജ്യത്തിന്റെ നിയമം അനുശാസിക്കും വിധം ജീവിക്കാൻ പഠിക്കണം. അതല്ലെങ്കിൽ അനുഭവിക്കണം. സ്വന്തം രാജ്യത്തെ അപമാനിച്ചിട്ട്, സ്വന്തം രാജ്യത്തെ പ്രതിക്കൂട്ടിൽ പിടിച്ചു നിർത്തിയിട്ട് മറ്റൊരു രാജ്യത്തിൽ അനധികൃതമായി കുടിയേറുന്ന ആളുകൾ നിങ്ങൾക്ക് പോരാളികളായേക്കാം. ആ രാജ്യത്തിന് അവർ കുറ്റവാളികളാണോ? മറ്റൊരു രാജ്യത്തെ സാമ്പത്തികമായും ആഭ്യന്തരമായും ഇവർ മേൽക്കോയ്മ നേടുന്നതിന് വേണ്ടി പോയതല്ലേ? ഇത് അല്പത്തരമാണെന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പോ ഇവർ പറയുന്നത് ഇന്ത്യയെ അപമാനിച്ചു. ഒരിക്കലുമില്ല. ഇന്ത്യക്ക് അത് അപമാനമായിട്ട് തോന്നിയിട്ടില്ല. കേന്ദ്രം ഈ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. എത്ര വർഷമായി ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ കൃത്യമാണ്. അനധികൃതമായി കുടിയേറുന്ന ആളുകളെ അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കേണ്ടത് ആ രാജ്യത്തിന്റെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യയും ഇത് കണ്ടുപഠിക്കണം. കോടിക്കണക്കിന് വരുന്ന അനധികൃത കുടിയേറ്റക്കാരായ ബംഗ്ലാദേശികളെ, പാകിസ്ഥാനികളെ, അഫ്ഗാനികളെ അടിച്ചൊതുക്കി ചങ്ങലയിട്ട് തിരികെ കൊണ്ടുവിടണം. ഇതിന് കൂട്ടുനിന്ന ആധാർ കാർഡുകളും മറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയും തീവ്രവാദികളായി മുദ്രകുത്തി രാജ്യവിരുദ്ധതയ്ക്ക് എന്ത് ശിക്ഷയാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കണം. ഇവരെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇതേ അവസ്ഥ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ രാജ്യങ്ങളിലേക്ക് ഇവർ കൈവിലങ്ങുകൾ ഇട്ടിട്ട് ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. ആ സമയത്തൊന്നും വേദനയില്ലാത്ത ആളുകൾ ഇപ്പം ഇവർ വല്ലാതെ വേദനിക്കുവാണ്. ഇന്ത്യ അപമാനിതരായത്രേ. ഇവര് പോയി അനധികൃതമായി രേഖകളില്ലാതെ ആ രാജ്യത്ത് താമസിച്ചിട്ട് ഇന്ത്യയെ നാണം കെടുത്തിയ അത്ര വരില്ല മറ്റൊന്നും. കേട്ടോ? ഏത് രാജ്യത്തായിരുന്നാലും ശരി, നമുക്കറിയാം ഖത്തറിലെ നമ്മുടെ നേവി ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ വിധിച്ചു. 5 പേരോ 6 പേരോ ഉണ്ടായിരുന്നു. അവർ ഈ കരച്ചിൽ ടീംസ് എന്ത് ചെയ്തു? എന്തെങ്കിലും പറഞ്ഞു? ഇല്ല. ഖത്തറിന്റെ നിയമം അനുസരിക്കണം എന്ന് പറഞ്ഞു. ഖത്തർ എന്ന രാജ്യത്ത് ചെന്നാൽ അതനുസരിച്ച് ഇന്ത്യയുടെ ചാരന്മാരാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ 5 പേർക്ക് വധശിക്ഷ വിധിച്ചത്. ഉള്ളവന്റെയും രാജ്യത്ത് പോയിട്ട് അടിമപ്പണി ചെയ്യുന്ന ഇന്ത്യക്കാർ, ശരി, എല്ലാ പണിയും അഭിമാനമാണ്. മതിയായ രേഖകളോടുകൂടി ആ രാജ്യത്തിന്റെ നിയമം അംഗീകരിച്ചു മര്യാദയ്ക്ക് പോകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടത്തെ നിയമം എഴുതിയ ആരുമല്ല അമേരിക്കയിലെ നിയമം എഴുതിയത്. അതാണ് അതിന്റെ വ്യത്യാസം. അതുകൊണ്ട് ട്രംപിന്റെ ഈ തീരുമാനത്തെ ഇന്ത്യ സ്വാഗതം ചെയ്ത കാരണവും അത് തന്നെയാണ്. കാരണം ഇവിടെ ഇന്ത്യയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇനി ഇന്ത്യൻ പൗരന്മാരാണ് രാജ്യത്തെ നാണം കെടുത്തി. ഇവർ ഈ രാജ്യത്തിന് പുരസ്കാരം വാങ്ങാനൊന്നും പോയതല്ലല്ലോ. ഒരു രേഖയും ഇല്ലാതെ അവിടെ പോയത് സാമ്പത്തിക മോഹത്തിന് വേണ്ടിയിട്ടല്ലേ? അല്ലെ, ഈ രാജ്യത്തെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഏതെങ്കിലും രൂപത്തിൽ കലാപമുണ്ടായിട്ട് യുദ്ധമുണ്ടായിട്ട് നിൽക്കാൻ പറ്റാതെ പോയതാ? സൈനിക വിമാനത്തിൽ പോലും ഇവരെ കൊണ്ടുവരാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ആ രാജ്യമാണ് തീരുമാനിക്കേണ്ടത് ഇവരെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അവരെ കൈവിലങ്ങിട്ടോ കാൽവിലങ്ങിട്ടോ എങ്ങനെ കൊണ്ടുപോകണം എന്ന് അവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകൾ രാജ്യദ്രോഹികളാണ്. അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടി, അമേരിക്കൻ നിയമത്തെ ലംഘിച്ച് അമേരിക്കയെ തകർക്കാൻ വേണ്ടി കുടിയേറിയ ആളുകളാണ്. ആ രാജ്യവിരുദ്ധരെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് ആ രാജ്യത്ത് നിയമമുണ്ട്. ഇപ്പോൾ കേരളം ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കൊണ്ട് നിറഞ്ഞില്ലേ? അവർക്ക് ബിരിയാണി കൊടുത്തും റേഷൻ കൊടുത്തും അവരെ ഇവിടെ താമസിപ്പിച്ചു. അപ്പോ സ്വാഭാവികമായും ആ രാജ്യത്തിന്റെ നിയമം അംഗീകരിക്കാൻ ആ രാജ്യത്ത് വരുന്ന എല്ലാ വിദേശികളും ബാധ്യസ്ഥരാണ്. നിയമം ലംഘിച്ച ഇറ്റാലിയൻ നാവികരെ കുറിച്ചിട്ട് നമുക്കറിയാം. ഖത്തറില് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ നിയമം തെറ്റിച്ചതിന്റെ പേരിൽ പിടിച്ചത് നമുക്കറിയാം. ഇനി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു ഇതുപോലെ കുടിയേറിയതെങ്കിൽ അവര് സ്വീകരിക്കുന്ന നയവും നിലപാടും ഇവരാരെങ്കിലും ഇവിടെ എതിർക്കുമോ? നന്ദി.